നമസ്കാരം. ജ്യോതിശാസ്ത്രപരമായി 2024 ഡിസംബർ 9 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ശുക്രൻ തെളിയുന്ന സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വന്നു ചേരുവാൻ പോകുന്നത്. ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പരാജയങ്ങളൊക്കെ പൂർണ്ണമായും വെടിഞ്ഞ് ഇനി അങ്ങോട്ട് സമ്പൽ സമൃദ്ധിയുടെയും ഉയർച്ചയുടെയും സമയമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഴിഞ്ഞു പോയ സമയങ്ങളിൽ വളരെയേറെ ദുഃഖിതരായിരുന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ വളരെയേറെ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസമാകാം, വിവാഹമാകാം, നിങ്ങളുടെ വീടിൻ്റെ പണിയാകാം. പല രീതിയിലുള്ള വിഷമതകളും സങ്കടങ്ങളും നിറഞ്ഞൊരു കാലഘട്ടമായിരിക്കാം നിങ്ങൾക്കൊരു പക്ഷേ കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിലനിന്നത്. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം പൂർണ്ണമായും വെടിഞ്ഞ് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും കൈനിറയെ സമ്പാദിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ചൈതന്യത്താലും കഴിയുന്ന സമയമൊക്കെയാണ്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. മറ്റു മതസ്ഥരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതാചാരപ്രകാരമുള്ള ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക. ഉറപ്പായും ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ഉയർച്ചയും ഉന്നതികളും ശുക്രൻ തെളിഞ്ഞ് വളരെയേറെ ഭാഗ്യങ്ങൾ തെളിയുന്ന ആ ഭാഗ്യ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാർ തന്നെയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഭാഗ്യസമ്പന്നമായ സമയമാണ് തെളിയുന്നത്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ നിങ്ങൾക്ക് സർക്കാർ സർവീസുകളിൽ ജോലി സ്ഥിരപ്പെടുവാനും ജോലി ലഭിക്കുവാനും കാരണമായി തീരുന്നൊരു കാലഘട്ടമാണ്. ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളും മാനസിക സങ്കടങ്ങളും മാറുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം ജീവിത നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെ വേവലാതികളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വെടിയുന്ന സമയമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഉറപ്പായും നിങ്ങൾ അധികമായി സങ്കടത്തിലാണെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും സർവേശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ച് അമ്പലത്തിലൊരു പൂജയും വഴിപാടൊക്കെ നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായും സർവേശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധമായ സങ്കടങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ നല്ല സമയം തെളിഞ്ഞു നിൽക്കുന്ന സമയമായിരിക്കാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈശ്വര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഈശ്വര ചൈതന്യം ലഭിക്കാതെ വന്ന് നമ്മളുടെ ഐശ്വര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മളിൽ നിന്നും വിട്ടുപോകുന്നതായി കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഈശ്വര കോപകരമായിട്ടുള്ള പ്രവർത്തികളും ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യുവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും സമാധാനം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരാണ്. ഇവർക്ക് വ്യാപാര രംഗത്ത് വളരെയധികം പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും. വ്യാപാര മേഖലയിൽ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും മയവുണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക്.
അതുപോലെ തന്നെ ഉന്നത സ്ഥാനമാനങ്ങളിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് നടന്നു പോകുവാൻ കഴിയുന്നൊരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങൾ മാറുന്നതായിരിക്കും. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വീട് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ട കടബാധ്യതയിൽ നിന്ന് നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാവണമെന്നൊക്കെ ആയിരിക്കാം. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഈശ്വരനെ പൂർണ്ണമായും വിശ്വസിച്ച് ഈശ്വരൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുക. അത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ അതിരാവിലെ ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായി ഈ ഒരു പ്രവൃത്തി ചെയ്താൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വലിയ പ്രയാസങ്ങളെയും ഏത് വലിയ ദോഷങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഏതു തന്നെയാലും ഈ ഒരു പ്രവൃത്തി നിങ്ങൾ തുടരുക. അതുപോലെ തന്നെ അടുത്തത് പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഉത്രം നക്ഷത്ര ജാതകരാണ്. ഉത്രം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് നിങ്ങളുടെ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് യാത്ര പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും. പ്രശസ്തി വർദ്ധിക്കുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകർ ജീവിതത്തിൽ പ്രയാസങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക ഉയർച്ചകളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായും 2024 ഡിസംബർ 9 മുതൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ഉയർച്ചകളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകർ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോയി എള്ളു പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും സങ്കടങ്ങളും അഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ശനിക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. ശനിദേവനെ ആരാധിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ ഐശ്വര്യം ജീവിതത്തിൽ കൈവരിക്കുവാനും യോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റങ്ങളും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വേദനകളും സങ്കടങ്ങളും വെടിയാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. ഉറപ്പായും ഇവിടെ പറഞ്ഞ ഈ നക്ഷത്ര ജാതകർ ഒരു കാരണവശാലും നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തിക ഐശ്വര്യത്തിലേക്കും സമ്പന്നതയിലേക്കും എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിലവിൽ കാണപ്പെടുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.